നമസ്തേ. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ രജനി. സംസ്ഥാനം ചുട്ടുകൊള്ളുമ്പോൾ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KECB. രാത്രികാലങ്ങളിൽ അപ്രഖ്യാപിത പവർ കട്ടിൽ ദുരിതത്തിലായി പൊതുജനം. വേനൽക്കാലം രൂക്ഷമാകുന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. അതേസമയം KECB ലോഡ് ഷെഡിംഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി. വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് കടക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. രാത്രി വൈദ്യുതി മുടങ്ങുന്നത് അമിത ഉപയോഗം മൂലമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം അതിഥിയായിട്ട് KECB മസ്ദൂർ സംഘ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂരുമുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും തത്സമയം പ്രതികരിക്കാം. ഒപ്പം ഈ ഒരു ചർച്ചയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ടിൻഡു, ചുട്ടുപൊള്ളുകയാണ് ജനങ്ങൾ. അതിനിടയിലാണ് KECBയുടെ അപ്രഖ്യാപിത പവർ കട്ടിങ്ങും പലയിടങ്ങളിലുമുണ്ടായി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രിയിൽ ആരോടും പറയാതെ 12 മണിക്കൊക്കെ തന്നെ ഈ പവർ കട്ടിങ് നടത്തുന്നത്. പക്ഷെ അതിനുശേഷം ഇന്ന് രാവിലെ KECB പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, വൈദ്യുതി നിയന്ത്രണം വേണം, പവർ കട്ടിങ് ഉണ്ടായാലേ പറ്റുള്ളൂ. ഒപ്പം മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് മാത്രം കടന്നാൽ മതി, പവർ കട്ടിങ് വേണ്ട എന്നാണ്. ഇതിപ്പോൾ ഈ സർക്കാർ തലത്തിൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥയാണ്. തീർച്ചയായും രജനി, സംസ്ഥാനത്ത് അടിയന്തരമായി തന്നെ വൈദ്യുതി നിയന്ത്രണം വേണമെന്നാണ് KECB സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അരമണിക്കൂറെങ്കിലും ലോഡ് ഷെഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ നമുക്കറിയാം, ഇന്നലെ മാത്രം ഏതാണ്ട് 11.37 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ടൊരു വൈദ്യുതി നിയന്ത്രണം വേണമെന്ന് സർക്കാരിനോട് KECB ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളും ഒക്കെ കൂടുതൽ വൈദ്യുതി ഉപഭോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് വെച്ച് കണക്കെടുത്തുമ്പോൾ തന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് ഒക്കെ നടത്തുന്നത് രാത്രിയാണ്. അപ്പോൾ ആ സമയങ്ങളിലും അമിതമായ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നു. അമിത ഓവർലോഡിംഗ് കാരണം സംസ്ഥാനത്ത് ഏതാണ്ട് 700ഓളം ട്രാൻസ്ഫോമറുകളാണ് കേടായിട്ടുള്ളത്. ഇതിനും പരിഹാരമായിട്ടില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി നിലയങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്തി നിൽക്കുന്നു. ഏതാണ്ട് 2 ആഴ്ചക്കകത്ത് മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമേ ഡാമുകളിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതും ഒരു പ്രതിസന്ധിയാണ്. എന്നാലും വലിയ രീതിയിലുള്ളൊരു വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനായിട്ടാണ് അരമണിക്കൂറെങ്കിലും പവർ കട്ട് വേണമെന്ന് KECB സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ മുഖ്യമന്ത്രിയായിട്ട് 2 ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും KECB ബോർഡും അതോടൊപ്പം തന്നെ വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള യോഗം 2 ഘട്ടങ്ങളായി കഴിഞ്ഞിരുന്നു. ഈ 2 ഘട്ടങ്ങളിലും KECB മുന്നോട്ട് വെക്കുന്ന പരിഹാര മാർഗം എന്ന് പറയുന്നത് അടിയന്തരമായ അമിത ഉപയോഗത്തിന് വൈദ്യുതി പുറത്തു നിന്നും വാങ്ങുക, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് പോവുക. ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാൻ അരമണിക്കൂർ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത് കൂടുതൽ വൈദ്യുതി സംഭരിക്കാനാവും. ഈ ഒരു സാഹചര്യമാണ് KECB മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷേ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിലൊരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ പവർ കട്ടിലേക്ക് പോകുന്നതിന് സംസ്ഥാന സർക്കാർ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇനി ഒരുപക്ഷെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകും. ഒരുപക്ഷെ സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തന്നെയായിരിക്കും ഈ വകുപ്പിന്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. 3 ജില്ലകൾ ഇതോടൊപ്പം തന്നെ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സംസ്ഥാനത്ത് ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്ഥായിയായിട്ട് തന്നെ ഒരു 38 ഡിഗ്രി ചൂട് അനുഭവപ്പെടുന്നാൽ പകൽ സമയങ്ങളിലെല്ലാം പുറത്തുനിന്നും അമിതമായിട്ട് തന്നെ ചൂടേൽക്കേണ്ടി വരുന്നു. രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. AC, ഫാൻ പോലുള്ള അല്ലെങ്കിൽ AC പോലുള്ള അമിതമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പീക്ക് അവറും വലുതായി അല്ലെങ്കിൽ പീക്ക് അവറും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്.
സംസ്ഥാനത്തെ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആളുകളെ വിവിധ ക്ലാസുകളായി തിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലയിലും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരാതികൾ കുറവ് ലഭിക്കുന്ന അതായത് ഏതാണ്ട് റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ പരാതികൾ ലഭിക്കുന്ന മേഖലകളിൽ ഏറ്റവും കൂടുതൽ സമയം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഒരുപക്ഷെ കുറച്ചെങ്കിലും വൈദ്യുതിയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നൊരു ഘട്ടം വന്നിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത്തരത്തിൽ വൈദ്യുതി മുടക്കുന്നതിന് അല്ലെങ്കിൽ വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ KSEB ഓഫീസുകളിൽ നേരിട്ടെത്തി പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ വിവിധ മാർഗങ്ങളിലൂടെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നോക്കിയിട്ടും അല്ലെങ്കിൽ KSEB ശ്രമിച്ചിട്ടും അത്തരത്തിലുള്ളൊരു ശ്രമം പാളിപ്പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ വന്നാലും സംസ്ഥാനത്ത് ഒരു വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഒരുപക്ഷെ അമിതമായിട്ടുള്ള വൈദ്യുതി അല്ലെങ്കിൽ അമിത ഉപയോഗത്തിനുള്ള വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ നിലവിൽ KSEBക്ക് സാധിക്കൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 500 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള ധാരണയായിട്ടുണ്ട്. ആ വൈദ്യുതിയാണ് ഇപ്പോൾ ആ വൈദ്യുതിയെ കൂടെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. താപവൈദ്യുത നിലയങ്ങളെയും ആണവ വൈദ്യുത നിലയങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നതിന് ഒക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം അത്തരത്തിലുള്ള വൈദ്യുതികളൊക്കെ ലഭ്യമാക്കാൻ ഒരു പരിമിതിയുണ്ട്. എന്തായാലും ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. 16 മടങ്ങാണ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു രൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ ഏപ്രിൽ മാസമൊക്കെ ആകുന്ന സമയത്തായിരുന്നു ഏതാണ്ട് 5000 മെഗാവാട്ടിന് അടുത്ത വൈദ്യുതി എത്തുന്നത്. പക്ഷേ ഇത്തവണ ഫെബ്രുവരി മാസമായപ്പോൾ തന്നെ 5000 മെഗാവാട്ട് വൈദ്യുതിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വൈദ്യുതി ഉപയോഗം വൻ വർധനവ് തന്നെയാണ്. പക്ഷെ അപ്പോഴും ചൂട് കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നപ്പോൾ ഈ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളോട് പറയുന്നത് തന്നെ തെറ്റാണ്. സർക്കാർ ഈ ഒരു സമയത്ത് ഈ സ്വയം നിയന്ത്രണം വേണം എന്ന് പറയാൻ തന്നെ ഒരു കാരണം ഈ ഒരു ലോഡ് ഷെഡിങ് എന്നുള്ളൊരു സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി വോട്ടെണ്ണലിലേക്ക് കടക്കുന്നു. ആ ഒരു സമയത്ത് ലോഡ് ഷെഡിങ് ഒക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുമെന്നുള്ളൊരു കാര്യം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാടിലേക്ക് ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് കടക്കണം, ലോഡ് ഷെഡിങ് ഉണ്ടാകില്ല എന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പോഴും KSEB പറഞ്ഞു വയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ ലോഡ് ഷെഡിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഇതിലെന്തായാലും സർക്കാർ ഉടനടി ഒരു നിലപാട് എടുത്തേ മതിയാകൂ. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടുന്ന് ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, സംസ്ഥാനത്തെ എല്ലായിടത്തും കൊടും ചൂട് തന്നെയാണ്, ഉഷ്ണതരംഗവുമുണ്ട് പലയിടങ്ങളിലും. കോഴിക്കോടും അതേ സ്ഥിതി തന്നെയാണ്. പക്ഷേ അപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട് അപ്രഖ്യാപിത പവർ കട്ട് അത് ജനങ്ങളെ വലിയ തോതിൽ വലിച്ചിട്ടുമുണ്ട്. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ പവർ കട്ടുമായി ബന്ധപ്പെട്ടും മാത്രമല്ല ഈ ചൂടുമായി ബന്ധപ്പെട്ടും ജനങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഏകദേശം ഈ ജില്ലയിൽ 38-39 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ദിവസത്തിനടുത്ത് 3-4 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ എല്ലാ ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിലായിട്ട് കറണ്ട് പോകുന്ന, അതായത് രാത്രിയോടനുബന്ധിച്ച് ഈ പീക്ക് ടൈമിൽ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മുമ്പ് 6 മണി മുതൽ രാത്രി 10 മണി വരെയൊക്കെയാണ് കറണ്ടിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നതെങ്കിലും ഈ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുലർച്ചെ 3 മണി 4 മണി വരെയൊക്കെ പീക്ക് ടൈം ആയിട്ടാണ് KSEB കണക്കാക്കുന്നത്. ഈ സമയത്തൊക്കെ 15 മിനിറ്റും 1/2 മണിക്കൂറും ഒക്കെ ഇടവേളകളിൽ കറണ്ട് പോകുന്ന സാഹചര്യം കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഈ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ ഈ ഉഷ്ണത്തെ അല്ലെങ്കിൽ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഫാനും AC ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് KSEBയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്, ആ രീതി തുടരുന്നത്. ഈ ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടും അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് മനഃപൂർവ്വമല്ല ഞങ്ങൾ കറണ്ട് കട്ട് ചെയ്തതെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ ചൂട് കാലത്ത് ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് അടക്കം എങ്ങനെയാണ് ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം കിട്ടോ? മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ കറണ്ട് ഉണ്ടാവാറില്ല. നമ്മൾ കുട്ടികളും അസുഖമുള്ള ആൾക്കാരൊക്കെ ധാരാളം ഉള്ള ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഈ ഉഷ്ണത്തെ പ്രതികരിച്ച് ജീവിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്
ഉള്ളത്. പിന്നെ ആണെങ്കിൽ നാൾക്ക് നാൾ ഇവർ കഴിഞ്ഞ മാസം തന്ന ബില്ലല്ല, അതിൻ്റെ ഇരട്ടി ബില്ലായിട്ടാണ് വരുന്നത്. പവർ കട്ടാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സാധാരണക്കാരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ KSB ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ചില ദിവസങ്ങളിൽ മെസ്സേജ് വരും, ഇന്ന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന്. പക്ഷേ അവിടെ ഒരു മെയിൻ്റനൻസോ ഒരു പണികളോ ഒന്നും നടക്കുന്നില്ലെങ്കിലും കൂടെ പവർ കട്ട് ആയിട്ട് തന്നെയാണ് നിൽക്കാറ്. അപ്പം ജനങ്ങളെ ദ്രോഹിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് എത്രയും പൈസ വസൂലാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നയം. എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ മാസം വന്ന ബില്ലിനേക്കാളും ഇരട്ടി ബില്ലാണ് ഈ മാസം വന്നിരിക്കുന്നത്. അത് പറയുന്നതിനേക്കാളും നല്ലത് പറയാതിരിക്കുന്നതായിരിക്കും, അത്രയ്ക്ക് കൂടുതലാണ്. ഈ KSB ഇത്തരം കറണ്ട് പോകുന്ന സമയത്ത് KSB ഓഫീസുകളിലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്? അവർ ഫോൺ വിളിക്കാറുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അഥവാ എടുത്താൽ തന്നെ ഇപ്പം വരും, അല്ലെങ്കിൽ ലൈനിൻ്റെ ഏതാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കാവുന്ന ഒരു രീതിയാണ്. പിന്നെ കറണ്ടിൻ്റെ ബില്ല് 500 600 ഒതുങ്ങുന്ന ബില്ല് ഇപ്പം 3000 4000 അടയ്ക്കുന്നത്. ഇതിൻ്റെ അപ്പോൾ ഈ ഇത്രയും പ്രാവശ്യം കട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കറണ്ടിൻ്റെ ബില്ലിലൊന്നും വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് മീറ്ററിൽ തരുന്നതെന്നാണ് അവർ പറയുന്നത്. കറണ്ട് നമുക്ക് ഒരു വീട്ടിലേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ കറണ്ട് തരുന്നതിന് 3 മാസത്തെ ബില്ല് മുൻകൂറായിട്ട് വാങ്ങിയിട്ടാണ് അവർ തരുന്നത്. എന്നാൽ ഒരു ദിവസം ബില്ല് അടയ്ക്കാൻ വൈകിയാൽ ഫ്യൂസ് ഊരി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും മുൻകൂറായി 3 മാസത്തെ ബില്ല് വാങ്ങുന്നത് എന്തിനാണ്? പിന്നെ ഇടയ്ക്ക് എന്ത് ചാർജ് എന്ന് പറഞ്ഞിട്ടാണ്, സർചാർജ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പൈസ വാങ്ങുന്നുണ്ട്. ആ വാങ്ങുന്ന പൈസ എന്താ ഡെപ്പോസിറ്റ് ചാർജ് എന്നും പറഞ്ഞിട്ട് നല്ലൊരു ചാർജ് വാങ്ങുന്നുണ്ട്. ഇത് ഞാൻ KSB പോയി അന്വേഷിച്ചു എന്തിനു വേണ്ടിയുള്ള ഡെപ്പോസിറ്റ്, ആർക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും കറണ്ട് പിൻവലിക്കുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടോ? ഏതെങ്കിലും സ്ഥാപനത്തിനുണ്ടോ? വീടിനുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ? ഇതൊരു കള്ളത്തരല്ലേ? അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച് കാണുന്നില്ല. കാരണം അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ചാർജ് വാങ്ങുന്ന കറണ്ട് ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വീട്ടിലുണ്ടാവുമോ? ഏതെങ്കിലും സ്ഥാപനത്തിലുണ്ടാവുമോ? ഇത് വേണ്ടാന്ന് വെക്കുന്നേ. അപ്പോൾ ഇവർ കള്ളം പറഞ്ഞ് വാങ്ങുന്ന പൈസയല്ലേ ഇത്? അത് നല്ലൊരു പൈസയല്ലേ വാങ്ങുന്നത്? 2000 3000 ഉറുപ്പ്യൊക്കെയാണ് ഇത് വാങ്ങുന്നത് ഡെപ്പോസിറ്റ് ചാർജ്. അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ ഈ വളരെ പെട്ടെന്ന് തന്നെ ലോഡ് ഷെഡിങ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായി അറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. ഇപ്പോൾ ഈ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ, ലോഡ് ഷെഡിങ് ഒക്കെ വരികയാണെങ്കിൽ അത് പ്രയാസമാവില്ലേ? ലോഡ് ഷെഡിങ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയാസമായി. ഇപ്പം തന്നെ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീടുകളിൽ ഇതേപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ പകലെ നല്ല ഉഷ്ണമാണ്. അപ്പോൾ അത് രാത്രിയാകുമ്പോഴേക്കും നമുക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കൊതുകിൻ്റെ ശല്യം വേറെ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇപ്പം AC കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കം വരാതെ പിന്നെ നമ്മൾ വന്ന് പകലെല്ലാവരും ജോലിക്ക് പോവുക. അപ്പം രാത്രി നമ്മുടെ ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് എല്ലാത്തിനെയും നമ്മൾ ആ ജീവിതത്തിൻ്റെ ഇതിൽ തന്നെ ബാധിക്കുന്നുണ്ടല്ലോ. പിന്നെ ലോഡ് ഷെഡിങ് വരാൻ പോവാന്ന് പറഞ്ഞാൽ, എങ്ങനെ ലോഡ് ഷെഡിങ് ഉണ്ടായാലും തന്നെ നമ്മളെ അത് വൈദ്യുതി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മളത് എത്ര ലോഡ് ഷെഡിങ് വന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് കണക്കിലധികവും പൈസ ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദ്രോഹപരമായ നടപടികൾ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചൂട് കാലത്ത് എല്ലാ സമയത്തും കറണ്ട് ലഭ്യമാകുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങൾ പങ്കുവെക്കുന്നത്. കാരണം രാത്രികാലങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള ജോലികൾ കഴിഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ജീവിതശൈലി തന്നെ മാറുന്ന, അല്ലെങ്കിൽ പിറ്റേ ദിവസം നന്നായി ജോലി ചെയ്യാനോ സ്കൂളുകളിൽ പോകാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തുടർ പ്രവർത്തനം ചെയ്യാനോ സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇടവരുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. ഇവിടെയും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതിന് പോലുള്ള സമാനമായ രീതിയിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകളും മറ്റും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. രജനി, യെസ്, എന്തായാലും വൈദ്യുതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കറണ്ട് ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. അതും സാധാരണക്കാരായ ജനങ്ങളെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ 3000 4000 എത്തി നിൽക്കുന്ന ബില്ലുകൾ. ഒപ്പം ഈ
കൊടും ചൂടിലും അപ്രഖ്യാപിത പവർ കട്ടും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് തന്നെയാണ് കോഴിക്കോട്ടെ ജനങ്ങൾ പറയുന്നത്. ഒപ്പം സർക്കാർ ഈ നടപടി, ഈ ജനദ്രോഹപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. കോഴിക്കോട്ടും ഇന്നലെ അപ്രഖ്യാപിത പവർ കട്ടൊക്കെ തന്നെ ഉണ്ടായി. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് കിടക്കാം. സംസ്ഥാനത്ത് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. 41 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉഷ്ണതരംഗ സാധ്യത ഈ സ്കൂളുകൾ അടയ്ക്കുന്ന ഒരു നിലയിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലും അവിടെയും അപ്രഖ്യാപിത പവർക്കെട്ടുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ചൂടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം പാലക്കാട് വെന്തുരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപ്രഖ്യാപിത പവർക്കെട്ട് കൂടെ സർക്കാർ KSEB ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. രജനി, തീർച്ചയായും പാലക്കാട് വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾക്ക് വീടിനകത്ത് പോലും കഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പലപ്പോഴും ആളുകൾ വീടിന് പുറത്തൊക്കെ കട്ടിലിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് ഉള്ളത്. ഇന്നലെ തന്നെ രാത്രി പലയിടത്തും 10-11 തവണയാണ് രാത്രി പലപ്പോഴായിട്ട് ഈ പവർ കട്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇന്ന് പാലക്കാടുകാരൻ കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയോട് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഇങ്ങനെ വൈദ്യുതി മുടങ്ങുന്നത് എന്ന്, അതും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ മുടങ്ങുന്നത് എന്ന് മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചതാണ്. മന്ത്രി പറയുന്നത് അമിതമായ ഉപയോഗമാണ് ഇതിന് കാരണം എന്നുള്ളതാണ്. സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ 16 ഇരട്ടിയാണ് ഇപ്പോൾ ഈ ചൂട് കൂടിയതോടുകൂടെ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപയോഗം വർദ്ധിച്ചതോടുകൂടെ തന്നെ ഇത് ട്രിപ്പ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറണ്ട് പോകുന്നത്. ഉടൻ തന്നെ അത് പരിഹരിച്ച് വീണ്ടും കറണ്ട് വരുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട കാലതാമസമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂട് ഈ പവർ കട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഇതിന് പരിഹാരം എന്താണ് ചോദിക്കുമ്പോൾ മന്ത്രി തന്നെ പറയുന്നത് അത് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന സമയത്ത് ആളുകളോട് AC ഉപയോഗിക്കരുത്, ഫാൻ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതർ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ല ഇങ്ങനെ വെന്തുരുകി നിൽക്കുന്നു. 41 ഡിഗ്രിക്ക് മുകളിലാണ്. മാത്രമല്ല ഓറഞ്ച് അലേർട്ട് തന്നെ പാലക്കാട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇനി പവർ കട്ട് കൂടെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ള തരത്തിൽ അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മെയ് 2-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും ഇനി പവർ കട്ട് ഏർപ്പെടുത്തണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മന്ത്രി ഇന്ന് നമ്മളോട് വിശദീകരിച്ചത്. നിലവിലേതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അപ്രഖ്യാപിത പവർ കട്ട് തന്നെ അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വീടിനകത്ത് പോലും കഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പവർ കട്ട് കൂടെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതിൽ തർക്കമില്ല. മന്ത്രി തന്നെ പറയുന്നത് ഇത് ഇങ്ങനെ വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് വാങ്ങുകയാണ് തങ്ങൾക്ക് നിവർത്തി, മറ്റ് നിവർത്തികളൊന്നും ഇല്ല എന്നുള്ളതാണ്. കേന്ദ്രത്തോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കരാറില്ലാത്തതിനാൽ നിലവിലെ സാഹചര്യത്തിൽ നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇങ്ങനെ പവർ കട്ടും ഒക്കെ ഏർപ്പെടുത്തുന്നതിന് പകരം തന്നെ അധികമായി വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ ഇവർ തിരിച്ചറിയേണ്ടിയിരുന്നതാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മഴ നന്നേ കുറവായിരുന്നു എന്ന് വൈദ്യുതി വകുപ്പിന് തന്നെ നന്നായി അറിയാവുന്നതാണ്. കേരളത്തിലെ ഈ വൈദ്യുതി മേഖല നമുക്കറിയാം, പ്രധാനമായും മഴ പെയ്യുന്നതനുസരിച്ച് ഡാമുകളിലും മറ്റുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദനം കൃത്യമായി നടക്കുക എന്നുള്ളത് ബന്ധപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി അറിവുള്ള കാര്യമാണ്. മാത്രമല്ല പലയിടത്തും ചെറുകിട വൈദ്യുത പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ സർക്കാരുകൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും കൃത്യമായി ഹൈഡൽ പ്രൊജക്റ്റുകളൊന്നും മറ്റൊന്നും ഒരിടത്തും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതുമുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ചെറുകിട വൈദ്യുത പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് കോടികൾ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്തംഭനാവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇങ്ങനെ വൈദ്യുതി ക്ഷാമത്തിലേക്കും ഒപ്പം അത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം കാശുള്ളവരാണെങ്കിൽ വീട്ടിൽ ഇൻവെർട്ടറും മറ്റുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കറണ്ട് പോയാലും അവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫാനും മറ്റുമൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും നിവർത്തി ഉണ്ടാവില്ല. അവർക്ക് വിയർത്തൊലിക്കുക എന്നുള്ളത് തന്നെയാണ്. അർദ്ധരാത്രിയും ഈ കറണ്ട് പോകുമ്പോൾ വിയർത്തൊലിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ലാത്ത മാർഗത്തിലേക്ക് ഒരു സാധാരണക്കാരൻ കടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യെസ്, തീർച്ചയായിട്ടും കൊടും ചൂടിൽ പവർ കട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കുക തന്നെയാണ് KSEBയും സർക്കാരും ചെയ്യുന്നത്. പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയാണ്. പാലക്കാട് പല ഇടങ്ങളിലും ഇന്നലെ രാത്രി അപ്രഖ്യാപിത പവർ കട്ടുണ്ടായിരുന്നു. അതിൽ ജനങ്ങൾ വലഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സർക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.